നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിത് നോക്കാൻ പോകുന്ന റീഡിങ് എനിക്കൊരു പേഴ്സണൽ റീഡിങ് വന്നതാണിത്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഈ റിലേഷൻഷിപ്പ് തുടരണം, അല്ലെങ്കിൽ രണ്ടാമത് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അവരാഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു കാരണം അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെ. അപ്പൊ അതാണ് റീഡിങ്. ഞാൻ അതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ റെഡ് റോസ്, യെല്ലോ റോസ്, വൈറ്റ് റോസ്, ഇതിൽ ഏത് റോസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടി വരും. അതല്ലാതെ ഇത് കണ്ടിട്ട് ഇത് എത്രത്തോളം റെസനേറ്റ് ചെയ്താലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു റീഡിംഗ് വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കരുത് കേട്ടോ. അപ്പോ സെലക്ട് ചെയ്തോളൂ. നമുക്ക് കാർഡ് മാറ്റാം. നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ബന്ധത്തിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. ചില ബന്ധങ്ങള് സ്നേഹക്കുറവ് കൊണ്ടല്ല അകന്നു പോകുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്കിതൊന്ന് നോക്കാം. ഭഗവാനെ, ഒരു കാർഡ് ഇവിടെ വീണിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കാർഡുകൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു അതുപോലെ ചെയ്ത് നോക്കാം. ഒരു കാർഡ് വന്നു. ഇത്രയും കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഭഗവാനെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്ന് കയറുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ കുറഞ്ഞ ശ്രദ്ധയോടെ പ്രതികരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ആരെങ്കിലും ശ്രമിക്കുകയാണ്, ആരെങ്കിലും മീറ്റ് ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും പോകേണ്ടി വരികയാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതാണ് ശരിക്കും മെഡിറ്റേഷൻ. ഒരു അവലോകനം, നമ്മളെ തന്നെ ഒരു അവലോകനം, അതാണ് മെഡിറ്റേഷൻ ശരിക്കും. മൂന്നാമത്തെ കാർഡ് പറയുന്നത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം, അത് കണ്ടെത്താൻ ശ്രമിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് 3 കാർഡുകൾ ഇവിടെ വന്നത്. ഇനി നമുക്ക് ആദ്യത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ആദ്യത്തെ റോസ് സെലക്ട് ചെയ്തവരുടെ ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നമുക്ക് നോക്കാം. ഈ വാക്കിങ്ങനെ ഓക്കെ. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു കാര്യത്തിന് ശാഠ്യം പിടിച്ചിരിക്കും. നമുക്കിപ്പം ഒരു കേക്ക് തിന്നണമെന്ന് എനിക്കൊരു ആഗ്രഹം. അപ്പൊ കേക്ക് തിന്നണം, കേക്ക് കൊണ്ടുവന്നാല് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, കേക്ക് എനിക്ക് എന്തായാലും കൊണ്ടുതരണം. വേറെ ഒരു സാധനം എനിക്ക്, ജിലേബി കൊണ്ടുവരുന്നു ഡാഡി, മമ്മി വേറെ എന്തെങ്കിലും കൊണ്ടുവരും, സിസ്റ്റർ വേറെ എന്തെങ്കിലും കൊണ്ടുവരും, ബ്രദർ വേറെ എന്തെങ്കിലും കൊണ്ടുവരും, ഫ്രണ്ട്സ് വേറെ ഒക്കെ കൊണ്ടുവരുന്നു. അപ്പൊ എന്നെ അവര് ഹാപ്പി ആക്കാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, എനിക്ക് കേക്ക് വേണം. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, ഞാൻ അവര് എടുത്ത പ്രയത്നം, എനിക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുതരാൻ അവരെടുത്ത പ്രയത്നം, അതിനൊരു വില കൊടുക്കുന്നില്ല. അവർ സ്പെൻഡ് ചെയ്ത സമയത്തിന് വില കൊടുക്കുന്നില്ല, അവര് സ്പെൻഡ് ചെയ്ത പൈസക്ക് വില കൊടുക്കുന്നില്ല. ഞാൻ ഒരു വാശിയിലേക്ക് ഇരിക്കുക, ഞാൻ ഇത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ചിലര് അത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും. ചിലര് പറയും പോയി പണിയൊക്കെ പറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആ ഒരു ശാഠ്യം ഉണ്ടായിരുന്ന ഒരാള് ഇപ്പൊ തിരിച്ച് കുറച്ചും കൂടെ സോഫ്റ്റ് ആയി, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ വ്യക്തിയുടെ എനർജിക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഈ വ്യക്തി കുറച്ചൊരു സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ച് ചിലപ്പോ അനുഭവങ്ങൾ പഠിച്ചതായിരിക്കും. ചിലപ്പോ ഒരു കാര്യം നമ്മള് വലിയ അഹങ്കാരത്തോടെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്
എന്നുവെച്ചാല് കൊച്ചു കുട്ടികൾ ഇപ്പൊ വളർന്നു വരുമ്പോ അമ്മമാരെന്താ ചെയ്യാൻ, അവർക്ക് ഇഷ്ടമുള്ള ഒരു 3 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 ഇഷ്ടങ്ങളായിരിക്കും. അപ്പൊ നമ്മള് മക്കളല്ലേ എന്ന് വെച്ച് നമ്മൾ അതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഇവര് വലുതായി കഴിഞ്ഞാൽ അവരുടെ അതേ സ്വഭാവം കൊണ്ട് അവർ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഉണ്ടാക്കി കഴിയുമ്പോ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. ഈ വ്യക്തി ഇങ്ങനെ തിരിച്ച് ഈ വ്യക്തിയുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ തിരിച്ചറിവ് ഉണ്ടാകാനായിട്ടുള്ള എന്താണ് ഇപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ കിങ് ഓഫ് വാൻസ് റിവേഴ്സ് വന്നിട്ടുണ്ട്, കുറെ ഈഗോ ഒക്കെ മാറിയിട്ടുണ്ട്. 5 ഓഫ് വാൻസും അപ്രൈറ്റും വന്നിട്ടുണ്ട്. 5 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ ഒരു ചേഞ്ച് ആണ്. അപ്പോ ഈ വാൻസ് എന്ന് പറഞ്ഞാല് ആക്ഷൻ ആണ്. അതിനകത്ത് ഈ ഫ്രണ്ട്സിന്റെ സർക്കിളിലോ ഫാമിലിയുടെ സർക്കിളിലോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക്. അപ്പോ ഇതിലൊരു തിരിച്ചറിവായിട്ടുണ്ട്. എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ ശാഠ്യമുള്ളവർക്ക് എന്ത് പറ്റുന്നത്, മറ്റുള്ളവർക്ക് ഒരു പരിധിയുണ്ട് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോ നമ്മൾ വീട്ടിൽ കാണിക്കുന്ന അതേ സ്വഭാവം പുറത്തുള്ളവരോട്, ഓഫീസിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം കൂടുതൽ നമ്മളെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവര് നമ്മളെ ആ ഒരു ഇതില് പോട്ടെ അവൻ അങ്ങനെ അല്ലെങ്കിൽ അവൾ അങ്ങനെയാന്ന് പറയും. പക്ഷെ അതല്ലാതെ വേറെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കയറുമ്പോൾ, പ്രത്യേകിച്ച് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ടും ആരും നമ്മളോട് സഹകരിക്കില്ല. അങ്ങനത്തെ ഒരു എനർജി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഈ വ്യക്തി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഓഫീസിലെ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ ജോലിയിൽ ഉള്ള ഒരാളാണ്. പക്ഷെ ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടിട്ട് മറ്റുള്ളവര് ഈ വ്യക്തിയോട് സഹകരിക്കുന്നില്ല എന്നതാണ്. അങ്ങനെയാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തില് കുറച്ചൊക്കെ തിരിച്ചറിവ് ഉണ്ടാവുന്നതും. എല്ലായിടത്തും എന്റെ ഈ ഷാഠ്യം വില പോവില്ല, ആരും അതിന് വില തരില്ല, ആരും അത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഈ വ്യക്തിയുടെ ഈഗോ ആണ് ഭയങ്കരമായിട്ട് ഹേർട്ട് അയക്കുന്നത്. അപ്പൊ ഒരു തിരിച്ചറിവ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കുറച്ചൊക്കെ ഒന്ന് മറ്റുള്ളവരുടെ സൈഡ് കേൾക്കാനും അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇപ്പൊ തൽക്കാലം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വ്യക്തിക്ക്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഇത് ചിലപ്പോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിരുന്നിരിക്കാം, അപ്പോ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. എന്തായാലും ശാഠ്യം കൊണ്ടിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രത്യേക തരമുള്ള ഒരു ക്യാരക്ടർ കൊണ്ടിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളോട് ഇപ്പൊ ഈ വ്യക്തിക്ക് എന്താണ് ഫീലിംഗ് ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളോട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഈ വ്യക്തി ഇപ്പോ ഓഫീസില് എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, ശാഠ്യമൊക്കെ ഒന്ന് കുറഞ്ഞു, അപ്പോ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ച ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി. അപ്പൊ എല്ലാവരോടും സഹകരണത്തോടെ ഒരു ടീം വർക്ക് ഒക്കെ ആൾക്കാർ ഈ വ്യക്തിയോട് സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ വ്യക്തി ആ ഒരു ഇതിലായതുകൊണ്ട് നിങ്ങളോടുള്ള ഫീലിങ്സും അതുപോലെ. ഇനിയിപ്പം എന്റെ തെറ്റുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തിരിച്ചറിവ്. അപ്പോ ശരിക്കും പറഞ്ഞാല് നിങ്ങളോട് സോറി പറയേണ്ടതാണ്. അത് പറയുമോന്ന് അറിയില്ല. 7 ഓഫ് സ്വർഡ്സിന്റെ കൂടെ പിന്നെ മനുഷ്യനുണ്ട്. ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലാണെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ സോറി പറയാനായിട്ടുള്ള ഒരു കുറച്ചിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഒരു ചളിപ്പുണ്ട്. പക്ഷെ ചെയ്തത് തെറ്റാണ്, കുറച്ചൊരു അഹങ്കാരിയായി പോയി ഞാൻ എന്നൊരു മനസ്സിലായിട്ടുണ്ടെങ്കിലും, ഓഫീസിലെ ആളുകളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊരുമയിലായെങ്കിലും നിങ്ങളോടും അതുപോലത്തെ ഒരു എനർജിയിൽ വരണമെന്ന് വിചാരിക്കുമ്പോഴും എങ്ങനെയാണ് ഞാൻ ഇവരോട് സോറി പറയാ, അപ്പൊ എന്റെ വില പോകില്ലേ എന്നൊരു ചിന്തയിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നുഴഞ്ഞ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കയറാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ചിലർക്ക് സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ കുറ്റബോധം ഉണ്ടാവും, എന്നാലും അത് ഏറ്റു പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോറി എന്ന വാക്ക് മിക്കവർക്കും അത് ആത്മാർത്ഥമായിട്ടും മിക്കവരുടെയും വായിൽ വരില്ല. അപ്പൊ ഈ വ്യക്തി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് കള്ളത്തരത്തിന് കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖമാണ്, അയ്യോ ചിലര് പറയുന്നത് രോഗമാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ ഫ്രണ്ട്സിനെ കൊണ്ട് പറയുകയോ ഓഫീസിലെ ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയോ നിങ്ങളുടെ ഉള്ളിൽ നേരി ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഈ വ്യക്തിയെ കാണാൻ ചെല്ലുക, എന്നിട്ട് പതുക്കെ റിലേഷൻഷിപ്പിലേക്ക് പോവുക.
ഇതാണ് ഈ വ്യക്തിയുടെ പ്ലാൻ. അതുകൊണ്ടാണ് നമുക്ക് മജീഷ്യൻ വന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് എന്താ പറയാ, കൺകെട്ട് ജാല വിദ്യക്കാരനാണ്. എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മാജിക് കണ്ടിട്ടില്ലേ, ഇല്ലാത്ത കാര്യമായിരിക്കും അത് ഉണ്ടെന്ന് നമ്മൾ തോന്നിപ്പിക്കുന്നതാണ് മാജിക്. അതുപോലത്തെ എന്തോ ഒരു പരിപാടി. അതുപോലെ 7 of Swords എന്ന് പറഞ്ഞാൽ കള്ളത്തരം, സ്ട്രാറ്റജിക് ആയിട്ട്. കള്ളത്തരം ചീറ്റിംഗ് അല്ല, എന്താ പറയാ, ഈ നേരെയുള്ള നല്ല കാര്യത്തിനാണെങ്കിലും നേരെയുള്ള വഴിക്ക് പോയില്ലെങ്കിൽ വളഞ്ഞു പോയിട്ട് കാര്യം നടത്തിയെടുക്കില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ് ഈ വ്യക്തി നോക്കാൻ പോകുന്നത്. അപ്പോ അതാണ്. അപ്പം ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഒരു ആക്ഷനും എടുക്കാത്തത്? അതാണ് നമ്മളുടെ ചോദ്യം. കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ വ്യക്തിയെങ്കിലും ഇതുവരെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ഫാമിലി ഇതിനകത്ത് ഇൻവോൾവ് ആണ്, മനസ്സിലായോ? ഫാമിലിക്ക് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ച, എല്ലാവരെയും എതിർത്ത് സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടുപേരും. അപ്പൊ ഏതൊരു ഫാമിലി, ഈ വ്യക്തിയുടെ ഫാമിലിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഈ വ്യക്തിയെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കാം. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ഒരു പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായത്. അപ്പൊ ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല. ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട്, രണ്ടുപേരെയും കൂടെ പ്രീതിപ്പിച്ച് എല്ലാവരും കൂടെ സ്വരമയിൽ പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ ഇതിനെല്ലാം പ്ലാൻ ആലോചിക്കുകയാണ് ഈ വ്യക്തി, മനസ്സിലായോ? അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോ രണ്ടാമതൊരു ജീവിതം തുടങ്ങാൻ ചിലപ്പോ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വ്യക്തിയുടെ വീട്ടുകാരുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് അവരുടെ കൂടെ ആയിരിക്കും താമസിക്കേണ്ടി വരിക. അപ്പൊ ആദ്യം തന്നെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കണമെങ്കിലൊക്കെ തന്നെ എല്ലാ എക്സ്പെൻസും വരും. ഇലക്ട്രിസിറ്റി, വെള്ളം, ഫുഡ്, ഡ്രസ്സ്, എല്ലാ കാര്യത്തിലും ചെലവ് വരും. അത് എക്സ്ട്രാ ആണ്. നമ്മളൊരു ഫാമിലിയുടെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും നടന്നു പോകും. ഒറ്റയ്ക്ക് നമ്മൾ ചെലവെടുക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടം പോലെ പൈസ വേണം. അപ്പൊ ആ ഒരു തത്രപ്പാടിലാണ് ഈ വ്യക്തിക്ക് അറിയാം നല്ലവണ്ണം പൈസ എടുക്കണം. അപ്പൊ റിസ്ക് ഇപ്പൊ എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ചൊരു സ്റ്റാൻഡ്. അപ്പൊ അതുവരെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം. പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എതിർക്കാൻ തുടങ്ങും. അപ്പൊ കുറച്ചൊരു പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. ഇവിടെ 4 ആണ് കാണിക്കുന്നത്. ചിലപ്പോ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ അല്ലെങ്കിൽ ആരുടെങ്കിലും കടം മേടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു 4 മാസമെങ്കിലും ഈ വ്യക്തി തിരിച്ചു വരാൻ എടുക്കുമെന്ന് പറയുന്നുണ്ട്. 4 to 6 months. എന്തായാലും എല്ലാവരെയും എന്നുവെച്ചാല് വീട്ടുകാരുടെ അടുത്തേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് ചെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാല് അത് പണിയാവും. അപ്പൊ പ്രശ്നങ്ങൾ ഇനിയും ഒഴിവാക്കാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് താമസിക്കാം, വേറെ ആരും വേണ്ട നമ്മളുടെ ഇടയിൽ എന്ന ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പൊ 4 തൊട്ട് 6 മാസം വരെ ഇതിനിടെ ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അകൽച്ചയിലേക്ക് നിങ്ങൾ പോയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗൈഡൻസ് നമ്മൾ നോക്കുമ്പോൾ 5 of Pentacles റിവേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 of Pentacles റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇവിടെ ഒരു കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ, എന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും ഒരേ കുറെ ആളുകളുടെ കൂടെ താമസിക്കാൻ വെച്ചുന്ന അപ്പൊ എന്ത് വരുന്നത്, കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ സമയം പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോ നമ്മളെ ഏറ്റവും അടുത്തുള്ള ആൾക്ക് വളരെ കുറവേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് മുമ്പോട്ട് പോകും തോറും പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവിടെ സെപ്പറേറ്റഡ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് അകന്നു പോകാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇതെല്ലാം തിരിച്ചു പിടിക്കണം. പണത്തിന്റെ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത്. അപ്പോ ആർക്ക് കൂടുതൽ കൊടുക്കണം, ആർക്ക് കുറവ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമൽ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ 4 തൊട്ട് 6 മാസത്തിനുള്ളിൽ വ്യക്തിയെ തിരിച്ച് പ്രതീക്ഷിക്കാം. ഒരു കോളോ
ഒരു മെസ്സേജോ ഹായ് എന്നൊരു മെസ്സേജോ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കേണ്ടത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡ് യെല്ലോ കളർ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. പറഞ്ഞു പോയത്. അപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? എംപ്രസ് ആണ്. ഒന്നില്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കാം, ഇതൊരു ലേഡി ആണെങ്കിൽ ഇത് പ്രഗ്നന്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയാ സഹനശക്തി കൂടുക. ഭൂമിയാണ്, മനസ്സിലായോ? ഭൂമി ഇപ്പൊ ഭൂമി കുറച്ചൊരു നേച്ചറൊക്കെ നമ്മളോട് കുറച്ച് ദേഷ്യമുള്ള പോലെയാണ്. നമ്മൾ ചെയ്ത് കൂട്ടുന്ന അതുപോലത്തെ കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് വെള്ളപ്പൊക്കം, തീപിടുത്തം, ലോകം മുഴുവൻ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവൻ നല്ല പണി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നേച്ചർ എന്ന് പറഞ്ഞാല് ഭൂമി. അപ്പോ ഇവിടെ എംപ്രസിനെയാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് ടോറസ് ലിബ്ര സോഡിയാക് സൈൻ ആണ്. ഇതൊരു ലേഡി ആണെങ്കിൽ ഈ ലേഡി പ്രഗ്നന്റ് ആയിരിക്കാം. അപ്പൊ നിങ്ങളുമായിട്ട് അകന്നപ്പോ ഇവർക്കത് അറിയില്ലായിരുന്നിരിക്കാം, അതിനുശേഷമായിരിക്കാം മനസ്സിലായത്. അപ്പൊ അത് കാരണം കൊണ്ടുമായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്നത് 3 of Swords റിവേഴ്സും എംപററുമാണ്. എംപ്രസും ഇത് ഭാര്യയും ഭർത്താവുമാണ്. അപ്പോ ഇവിടെ ഭർത്താവ് ഭാര്യയെ ഹേർട്ട് ചെയ്യോ, ഭാര്യ ഭർത്താവിനെ വളരെ മാരകമായിട്ട് ഹൃദയവേദന ഉപദ്രവിക്കുന്നല്ല, പക്ഷെ ഹൃദയം ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടാണ് ഇവര് ഇറങ്ങിപ്പോയത് ഈ വരാൻ പോകുന്ന ആള്. അപ്പൊ ഭർത്താവ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ക്രൂരമായ വാക്കുകളോ എന്തെങ്കിലും പ്രവൃത്തിയോ ആയിരിക്കാം ഇവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. അതല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കാം, ഇത് അറിഞ്ഞിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങൾ കുറെ വേദനിപ്പിച്ചെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക. ഇത് ഏരീസ്, ടോറസ് ലിബ്ര, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇപ്പൊ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്. നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴായിരിക്കാം ഇവര് പോയത്, ഭർത്താവായാലും ഭാര്യയായാലും. ഇത് ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ. അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് ആണ്. വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അതേപോലെ സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളോട് ഇപ്പോൾ ഇവർക്കുള്ള ഫീലിങ്സ് എന്താണ്? ഇതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പൊ എന്താണ്, ആരാണ് ഇവിടെ, ആരാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. എന്തായാലും ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? എംപറർ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സും ഉണ്ട്, കിങ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് വ്യക്തി വിചാരിക്കുന്നുണ്ട്. ഇവിടെ എംപറർ വന്നുകൊണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു മെയിൽ എനർജിയാണ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള. ആ എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ചിലപ്പോ നിങ്ങളുടെ വൈഫും ഒരു മാസ്കുലിൻ എനർജി, ചിലർ അങ്ങനെയുള്ള സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും സ്വന്തം തീരുമാനമുള്ള ആളുകളായിരിക്കും. സ്ത്രീകൾ അങ്ങനെ പൊതുവെ അത്ര വലിയ സ്വന്തം കാര്യം തീരുമാനിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ വേണം സഹായത്തിന്. പക്ഷെ ഇത് വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സൺ. ചിലപ്പോൾ ഒരു ഏരീസ് സോഡിയാക് സൈൻ ആയിരിക്കാൻ വഴിയുണ്ട് നിങ്ങളുടെ വ്യക്തി. എന്തായാലും ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പൈസയ്ക്ക് ഭയങ്കരമായ ഒരു കൂടുതൽ പണം വേണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഈ വ്യക്തി തൽക്കാലം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയെന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ വീട്ടിൽ നിന്ന് സ്വത്ത് കൊണ്ടുവരാനോ പ്രോപ്പർട്ടി മേടിക്കാനോ ഓഹരി മേടിക്കാനോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ അകന്നു പോയത്. അപ്പൊ ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഒന്നും കൊണ്ടുവരാതെ ഞാൻ എങ്ങനെ തിരിച്ചു വരും എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏറീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ വീട്ടിൽ അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ അല്ല, ഈ വ്യക്തിയുടെ വീട്ടില്. നിങ്ങൾ അങ്ങനെ അവരോട് എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് വിട്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയോ എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുക, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പൊ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? വീട്ടുകാരോടൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് പ്രാരാബ്ധങ്ങളുണ്ട്. പറ്റുന്നത് ചെയ്തു തന്നു, ഇനി എങ്ങനെ ചോദിക്കും എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വിട്ട കാര്യം സാധിക്കാതെ എങ്ങനെ തിരിച്ചു വരും? അങ്ങനെയാണെങ്കിൽ മാത്രം നീ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. അതിനിടയിലാണ് ഈ പ്രഗ്നൻസിയുടെ കാര്യം വന്നേക്കുന്നത്. ഇപ്പൊ ആകെ കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓ ഓക്കെ. എന്താണ് ആക്ഷൻ എടുക്കാൻ മടിക്കുന്നത്? പക്ഷെ ആക്ഷൻ എടുക്കാൻ മടിക്കുന്നതിന്റെ കാര്യം നമുക്ക് ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നപ്പോൾ ഒന്ന് മനസ്സിലായി. എന്നാലും നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആക്ഷൻ എടുക്കാത്തത്? വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു, പക്ഷേ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഒരു കയ്യും എന്താ പറയാ, ഒരു എന്താ പറയാ, എങ്ങനെ തിരിച്ചു വരും? നമ്മൾ പോയ കാര്യം സാധിച്ചാലല്ലേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, അല്ലെ? ചില ഇപ്പൊ ലവ് മാരേജിലാണെങ്കിലും ചില പെൺകുട്ടികള് സ്വർണം വേണമെന്ന് പറയും. ലവ് മാരേജ് ആണ്, പയ്യനും പെണ്ണും തമ്മിൽ സ്നേഹത്തിലാണ്, അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ സ്വീകരിച്ചാണ്. അപ്പൊ നാട്ടുകാരൊക്കെ പറയും, അത് എന്തിനാ സ്വർണ്ണം അത്രയൊക്കെ അധികം കൊടുക്കേണ്ട കാര്യം എന്താണ്? സ്ത്രീധനം ഗിഫ്റ്റ് പെൺകുട്ടിക്ക് അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്താണ് എന്ന് പറയും. പക്ഷേ പെൺകുട്ടി എന്തുകൊണ്ടാണ് അത് വേണമെന്ന് വെച്ചാൽ അവൾക്ക് അവിടെ വില വേണം. പയ്യന്റെ വീട്ടിൽ ചെല്ലുമ്പോ കൈയും വീശി തന്നാല് പെണ്ണിന്റെ വീട്ടുകാര് വില കൊടുക്കില്ല എന്നൊരു ചിന്ത. അപ്പൊ അതേ ചിന്ത ഇവിടെ ഒരാൾക്ക് വരുന്നുണ്ട്, മനസ്സിലായോ? എങ്ങനെ കൈയും വീശി വരും? പോയ കാര്യം സാധിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്തവസ്ഥയാണെങ്കിലും ഞാൻ എങ്ങനെ വരും എന്ന ഒരു കാര്യത്തിലാണ് ഈ വ്യക്തി. എങ്ങനെ ഞാൻ കാര്യം സാധിക്കാതെ എങ്ങനെ വരുമെന്നാണ് ചോദിക്കുന്നത്. എന്താണ് കാര്യം നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും. അതല്ലാതെ ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, തിരിച്ചു വരണമെന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പോയത് ആരോ പറഞ്ഞു വിട്ടതാണ്, എന്തോ കാര്യം നടക്കാൻ വേണ്ടി. ആ കാര്യം നടക്കാതെ എങ്ങനെ തിരിച്ചു വരും? എത്ര ആഗ്രഹിച്ചാലും, എന്തവസ്ഥയിലാണെങ്കിലും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ക്യാൻസർ സോഡിയാക് സൈൻ ആണിത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എവിടെയൊക്കെ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ടാരോ റീഡിങ്ങിൽ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാറ് കേട്ടോ. പേഴ്സണൽ റീഡിങ് വരുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കാറുള്ള അതാണ്. ഈ ഒരു കഥയുള്ളൂ. അപ്പോ ഇവിടെ ടവറാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവിടെ എടുത്തില്ലെങ്കിൽ ഈ സിറ്റുവേഷൻ അവസാനിച്ചു പോകും. കാരണം ഇവർക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടതായിരിക്കാം ഇവരെ. അതാണ്, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ പറഞ്ഞു വിട്ടതാണെങ്കിൽ കാര്യം നടക്കില്ല, കാരണം അവിടെ അത്ര ആ ഒരു സിറ്റുവേഷൻ അല്ല അവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ വ്യക്തി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ തിരിച്ചു വരണം, നിങ്ങളെ കാണണം എന്നുണ്ട്. അപ്പോ പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു വിട്ട കാര്യം സാധിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ വരും? അപ്പൊ മിക്കവാറും ഈ വ്യക്തി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവിടെ നിങ്ങളാണ് ഇവിടെ ആക്ഷൻ എടുക്കേണ്ടത്, ഇവരല്ല. ഈ വ്യക്തിയല്ല ആക്ഷൻ എടുക്കേണ്ടത്, നിങ്ങൾ ആക്ഷൻ എടുക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ആക്ഷൻ ആണ് എടുക്കേണ്ടത്. സ്കോർപിയോ ആണിത്. ഇതല്ലെങ്കിൽ നിന്ന് പോകും, റിലേഷൻഷിപ്പ് അവസാനിക്കും. അതാണ് യൂണിവേഴ്സ്. നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല, റിലേഷൻഷിപ്പ് അവസാനിച്ചു പോകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സ്കോർപിയോ. അപ്പൊ അതാണ് രണ്ടാമത്തെ റീഡിങ്. കുറച്ചൊരു സങ്കടം വന്നൊരു റീഡിങ്. ഓരോരുത്തരുടെ അവസ്ഥ, ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ തന്നെയാണ്. ഓൾറൈറ്റ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ
കളർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കാം. തിരിച്ചു വരാത്തുള്ള ആക്ഷൻ എടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വരാനുള്ള ഒരു ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും പ്രശ്നം ഉണ്ടായിട്ടാണ് പോയത്. പറഞ്ഞു വിട്ട പോലെ എന്ന് വെച്ചാൽ തള്ളി പുറത്താക്കി വാതിലടച്ച ഒരു എനർജിയാണിത്. ലിയോ സോഡിയാക് സൈൻ ആണ്. അപ്പോ ഈഗോ മാത്രമല്ല, നാണക്കേട്, പിന്നെ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു വന്നാൽ ഇനി എന്തായിരിക്കും അവസ്ഥ, അതാണ് കൂടുതൽ പേടി എനർജിക്ക് വരുന്നത്. വളരെ സ്ട്രോങ് ആയ എനർജിയാണ്. നാണം കെട്ട പോയതാണ്. അപ്പോ വളരെയധികം നാണക്കേടും എല്ലാം സഹിച്ചു. തിരിച്ചു വരാനായിട്ടാണെങ്കിൽ തിരിച്ചു വന്നാല് ഇവിടെ ഇനി എന്തായിരിക്കും അനുഭവം, എങ്ങനെയായിരിക്കും സ്വീകരണം, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെ, അതുകൊണ്ടാണ് വരാത്തത്. നിങ്ങൾക്ക് വന്നിട്ട് എന്താണ് ആവശ്യം? വന്നിട്ട് കാരണം നിങ്ങൾ അവർ അത്രയും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വരും. ഇവിടെ ഇവരുടെ ഒരു എനർജി കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്ത് നിങ്ങൾക്ക് ഇവര് തിരിച്ചു വന്നിട്ട് എന്താണ് കാര്യം? നിങ്ങൾ അവരെ കളിയാക്കാനാണോ, അത് ഇനിയും നാണം കെടുത്താനാണോ? അല്ലെ, ചിലർ അവരുടെ ഈഗോക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും അവരെ വേദനിപ്പിക്കും. അങ്ങനെ അടുത്തൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. 2 of Pentacles, ഇൻഡിസിഷൻ ആണ്. ചാരിയറ്റ്, ചാടി വരണം, തിരിച്ചു വരണം എന്ന് ഭയങ്കരമായ സ്ട്രോങ് ആയ ആഗ്രഹമുണ്ട്. ചാരിയറ്റ് ആണ്. ഇതിലും സ്ട്രോങ് ആയ ഒരു കാർഡ് ഇല്ല ടാരോയിൽ. ചാരിയറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫോഴ്സിൽ അങ്ങ് വരിക എന്നാണ്. പക്ഷേ അവിടെ അതിന്റെ കൂടെ 2 of Pentacles വന്നു. 2 of Pentacles എന്ന് പറഞ്ഞാല് ഏതാണ്? എന്റെ ഈഗോ ആണോ, എന്റെ എന്താ പറയാ, എന്റെ വളരെ പ്രൗഡി ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾ നാണം കെടുത്തി വിട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രൗഡിയാണോ, നിങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ചിന്തയാണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. ക്യാൻസർ, സോഡിയാക് സൈൻ. ഇവർക്ക് നിങ്ങളോട് ഇപ്പൊ ഉള്ള ഫീലിംഗ്സ് എന്താണ്? ഇവർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിംഗ്സ് എന്താണ്? ഓൾറൈറ്റ്, ഇവര് നിങ്ങളുടെ വീടിനങ്ങോട്ട് നിങ്ങളോട് തിരിച്ചു വരാനുള്ള ആ വഴിയിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് കണ്ണുനട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച്. നിങ്ങൾ വന്നു കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാല് വല്ലാത്തൊരു ഫീലിംഗ് വരും. വന്ന് വിളിച്ചു കഴിഞ്ഞാല് കൂടെ പോരും, പിന്നെ സംസാരം ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ വഴി നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വരുന്നുണ്ടോ, എല്ലാ സമയവും നിങ്ങൾ വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഭയങ്കരമായ ചതി, വഞ്ചന, ഹാർട്ട് ബ്രേക്ക്. അപ്പൊ ഇവര് നിങ്ങൾ തെറ്റ് ചെയ്തത് ചോദിച്ചപ്പോ ഇവരെ നിങ്ങൾ നാണം കെടുത്തി ഇറക്കി വിട്ടാന്നാണ് പറയുന്നത്. ഇവിടെ ചതിയും വഞ്ചനയും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യവും മുമ്പോട്ട് പോകുന്നില്ല, ജീവിതം മുമ്പോട്ട് പോകുന്നില്ല, അൺഹാപ്പിനെസ് അങ്ങേ അറ്റം. ഇതും ലിയോ ആണ്. ഇത് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. ഇവര് ഇത്രയും നിങ്ങൾ വേദനിപ്പിച്ച് ഇവരെ ഇറക്കി വിട്ടിട്ടും നിങ്ങൾ വരുന്നത് നോക്കിയാണ് അവരിരിക്കുന്നത്. അപ്പൊ അവരൊന്ന് ഓർത്ത് നോക്കിയേ, പാവം. ഓക്കെ, ലിയോ ഞാൻ സോഡിയാക് സൈൻസ് പറഞ്ഞു. ഇനി ഇവരെന്തുകൊണ്ടാണ്, നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവര് ഒരു ആക്ഷൻ എടുക്കാത്തത്? നിങ്ങളും അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവര് വരട്ടെ, നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരത്തിലാണ്. നിങ്ങളാണോ അവരാണോ എനിക്കറിയില്ല. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. പക്ഷെ ഇവിടെ എനിക്ക് ഈ എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് അവരെ വേദനിപ്പിച്ച് ഇറക്കി വിട്ടതാണ്, നാണം കെടുത്തി ഇറക്കി വിട്ടാന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർ തിരിച്ചു വരാത്തത്? ഇവിടെ ഇവരുടെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്നിട്ട് ഇതിനൊരു ഫ്യൂച്ചർ ഇവർക്കില്ല. മനസ്സിലായോ? ഇനിയും വന്നു കയറുമ്പോ നിങ്ങൾ വലിഞ്ഞു കയറി പിന്നെയും വന്നു എന്നൊരു ഡയലോഗ് അടിച്ചാല് നിങ്ങളുടെ ഈഗോ ആണല്ലോ. നിങ്ങളൊരു വല്ലാത്ത എനർജിയാണ്. സ്നേഹമുണ്ട്, കാണിക്കാൻ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഇത്തിരി ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാല്, നിങ്ങൾ ചെയ്യുന്നതിന് പ്രതികരിച്ചാല്, നിങ്ങളെ ചോദ്യം ചെയ്താലും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഇവരോട് സ്നേഹം ഉണ്ടായിരിക്കുക, അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് കാണുന്നത്. പക്ഷേ
ഇവരതുമല്ല, ഇവര് സെൽഫ് സഫീഷ്യന്റ് അല്ല, ഇവർക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർക്ക് ജോലി ഇല്ലാത്ത ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പൊ നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. അപ്പൊ അതിനുള്ള പഴിയും കുറെ കേൾക്കുന്നുണ്ട് ഇവര്, കുറെ നാള് കേട്ടു. അവസാനം ഒരു 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 രക്ഷയില്ലാത്തപ്പോഴാണ് നിങ്ങൾ അവരെ ഇറങ്ങി പോവുകയോ ഇറക്കി വിടുകയോ ചെയ്തത്. അത്രയും നിങ്ങൾ അവരെ ദ്രോഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇവർക്ക് ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ജോലിയില്ല, വരുമാനമില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. ആരാണിതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഇനിയും വന്ന് പഴി കേൾക്കണം, നാണം കെടണം, അതുകൊണ്ടാണ് ഇവര് വരാത്തതെന്നാണ് പറയുന്നത്. ആ ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് കണ്ടോ, എനിക്ക് എനർജി ശരിയാവുന്നില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്നത്, നിങ്ങള് ഇത് ടോറസ് ആണ് വന്നിരിക്കുന്നത്, stubborn ആവാം. നിങ്ങള് ഈ സോഡിയാക് സൈൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ ടോറസ് സോഡിയാക് സൈൻസ് ചിലര് ഇവര് നല്ല മനസ്സുള്ളവരാണ്, എല്ലാ ജീവജാലങ്ങളോടും നല്ല മനസ്സുള്ളവരാണ് ഇവര്. പക്ഷെ ചില സമയത്ത്, കാരണം ഇവര് എല്ലാവരും സ്ട്രോങ് ആയിരിക്കണം, ആരും നമ്മളെ ഇടിച്ചു താഴ്ത്താൻ പാടില്ല എന്നൊരു ചിന്തയുള്ളവരാണ്. എല്ലാവരും സ്ട്രോങ് ആയിരിക്കണം, എല്ലാവരും സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ നമ്മൾ ഇത്തിരി ഒരു കപ്പാസിറ്റി കുറഞ്ഞവരാണെന്ന് വിചാരിക്കുക, ജോലി അധികം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാവുമ്പോൾ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഒരു വിലയുണ്ടാവില്ല നമുക്ക്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ടോറസിന്റെ ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തി ടോറസ് ആണോ, നിങ്ങൾ ടോറസ് ആണോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഈഗോ, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, വീണ് കിടക്കുന്നവനെ ചവിട്ടി താഴ്ത്തില്ലേ, ആ ഒരു എനർജി മാറ്റണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. കാരണം ഈ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരില്ല, മനസ്സിലായോ? അതുപോലെ നല്ല ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉള്ളവർ അവരും അകന്നു പോകും. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. ടോറസ് സോഡിയാക് സൈൻ ഹെയറോഫാന്റ് ആണ്. നിങ്ങള് മറ്റുള്ളവര് നിങ്ങളുടെ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരെ കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശസ്തി വേണം, അല്ലെങ്കിൽ ആള് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോ വാവ് എന്ന് പറയണം. അതൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ പിന്നെ നിങ്ങൾ ഇവരെ വിവാഹം കഴിച്ച എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവരെ വിവാഹം കഴിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്തിനാണ്? ഇതൊരു മാരേജ് ആണ്, ഹെയറോഫാന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു വല്ലാത്ത എനർജിയാണ്. അപ്പൊ നിങ്ങൾ കുറെ മാറാനുണ്ട്. ഇവരെ തിരിച്ചു വിളിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളപ്പണിക്ക് ആളില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ബൂസ്റ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവർ തിരിച്ചു വരണമെന്ന് പറയുന്നത്? എനിക്കറിയില്ല. എന്തായാലും ടോറസ് ആണ് ലാസ്റ്റ് കാർഡ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരിയസ് ലിയോ സാജിറ്റേറിയസ്. അപ്പൊ ഇതാണ് ലാസ്റ്റ് റീഡിങ്. ഇതുവരെ എന്റെ റീഡിങ് ഈ റീഡിങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ പ്രശ്നം ഉണ്ടാക്കി. ഓൾറൈറ്റ്, അപ്പോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.